കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ചോദ്യം ചോദിക്കുമ്പോ രാഹുൽ ഗാന്ധി, നെഹ്റു, അംബേദ്കർ, അരവിന്ദ് കെജ്രിവാൾ നാണമില്ലേ? തനിക്ക് നാണമില്ലേണോ? ഇല്ല. അത് തന്നെ. ഏത് പാർട്ടിയാ? നിങ്ങൾ എത്ര പാർട്ടി മാറി? ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഏത് പാർട്ടിയാ? നിങ്ങൾ എത്ര പാർട്ടി മാറി? എന്താ നിങ്ങളുടെ രാഷ്ട്രീയ ഇൻകം ടാക്സ് ഏത് ഡിവിഷൻ, ഏത് സർക്കിൾ, ഏത് വാർഡ്, എന്താ അതിന്റെ ഡെസിഗ്നേഷൻ, ആരാ അതിന്റെ സീനിയർ, വേർ ഇസ് യുവർ ഓർഗനൈസേഷൻ, വാട്ട്സ് യുവർ നെയിം? ഈ പാർട്ടിയിലാണെ ആളും പേരും ഇല്ല. ആ സമയത്ത് ഈ ആളും പേരും പാർട്ടിയുടെ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയാകാൻ മനക്കോട്ട കെട്ടി വന്ന ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. മനക്കോട്ട കെട്ടി വന്ന ആരാണ് പറയുന്നത്? പാർട്ടിയിൽ ആളും പേരും നാണോ ഇല്ല പറയാനായിട്ട്. എനിക്ക് അല്ല, ആളില്ലാത്ത കോൺഗ്രസിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത കൊല്ലത്തെ 2020 ജില്ലാ പ്രസിഡന്റ് ആവാൻ പോയാണ്. ഞാൻ ചിരിച്ചു പോയനെ. ആളില്ലാ പാർട്ടിയെ കോൺഗ്രസിന്റെ കൊട്ടാരക്കര സീറ്റ് മോഹിക്കുക, എന്നിട്ട് കിട്ടാതെ ആളില്ലാ പാർട്ടിയെ 2020 ആ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കെഞ്ചുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. എന്തൊരു മറ്റടുത്ത വർത്തമാനം. ഒരാള് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറുപടി പറയണ്ടേ? പറയൂ. എനിക്കെന്താ രാഷ്ട്രീയം അറിയത്തില്ലെന്നാ വിചാരം? ചോദിച്ചാ മറുപടി വരത്തില്ലെന്നാ വിചാരം? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അഖിൽമാരാർ അന്തസ്സുണ്ട്. അഖിൽമാരാർ തൃക്കാക്കരയിൽ 2 മാസം പുറത്തുവന്നു. നിലപാടില്ലായ്മയുടെ അപ്പോസ്തലാവുന്നു. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. സീതാറാം കേസരി, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി നിലപാട് മാറ്റം പറയുമ്പോ ഗാന്ധി മാറ്റിൽ ചോദിക്കുന്നത്. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ഇന്ദിരാ കമല നെഹ്റു നല്ല പേര് തന്നെയായിരുന്നു. പക്ഷെ ഇവർക്കൊരു നാണക്കേട്. നെഹ്റു എന്ന് വെച്ചാൽ കൊള്ളത്തില്ല. ഇന്ദിരാ കമല നെഹ്റു എന്ന് വെച്ചാൽ ജനം അംഗീകരിക്കത്തില്ല പോലും. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ല. ഇന്ദിരാ കമല നെഹ്റു എന്ന പേര് എത്രയോ മികച്ച പേരാ. അപ്പൊ ഇന്ദിരാ കമല നെഹ്റു എന്ന പേര് മാറ്റി ഭർത്താവിന്റെ പേര് ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അഖിലിന് മാരാർന്ന് ചേർക്കാമെങ്കിൽ ഇന്ദിരയ്ക്ക് ചേർക്കാം. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ ഇന്ദിരയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യം. അത് അവരുടെ സ്വാതന്ത്ര്യം. ഭർത്താവിന്റെ ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പേര് ചേർക്കണോ അച്ഛന്റെ പേര് ചേർക്കണോ അവരുടെ ഇഷ്ടമാണ്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ തെരഞ്ഞെടുപ്പ് അഖിൽ കോട്ടാത്തല, അതായത് ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് എന്റെ പേര് അഖിൽ കോട്ടാത്തല എന്നായിരുന്നു. അപ്പൊ ജോജുവും എന്റെ നിർമ്മാതാവും ഒക്കെ പറഞ്ഞു, എടാ കുറച്ച് ഞാൻ ചെറിയ പയ്യനും കൂടിയാണല്ലോ, ഈ വലിയ സുകുമാർ അഴീക്കോട്, സത്യനന്ദിക്കാട് ഈ കാലഘട്ടമൊക്കെ മാറി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പേരിന് ഒരു ഗുമ്മൊക്കെ വരണം. അങ്ങനെ ഞാൻ ന്യൂമറോളജി പ്രകാരം ഒരു 5 പേര് സെലക്ട് ചെയ്തു. പ്രകാരം സ്വന്തം പേര് മാറ്റാം. ഇന്ദിരാഗാന്ധിക്ക് കെട്ടിയന്റെ പേരിന്റെ ഇനിഷ്യൽ അല്ല. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഞാൻ മാറ്റിയത് എന്റെ പേരിനൊപ്പമുള്ള കോട്ടാത്തല കൊള്ളത്തില്ല എന്ന് അന്നേരം തോന്നിയത് കൊണ്ടും. മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ. ആ ജന്തു അഖിൽ മാരാറിന്റെ അച്ഛന്റെ പേരില്ലാതെ മാരാറിനെ ചോദിച്ചതിനേക്കാൾ ഭേദമാണ് ഭർത്താവിന്റെ പേര് ചേർക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അച്ഛന്റെ പേരാ വെച്ചത്. എന്റെ അച്ഛന്റെ അച്ഛന്റെ പേര് മാറ്റി. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒന്ന് അച്ഛന്റെ പേര് രാജ്യത്തെ അച്ഛന്റെ പേര് കോട്ടാത്തലെന്നായിരുന്നു അതിനു മുമ്പ്. എടാ, എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാ?
അതാലോചിച്ച് സമയം കളയാതെ നമുക്ക് ബിസിനസ് ഉറപ്പിക്കാം. അഖിൽ കോട്ടാത്തലയായിരുന്നു. അപ്പൊ അച്ഛന്റെ പേര് കോട്ടാത്തലയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്നു, ഇടയ്ക്കിടയ്ക്ക് പാർട്ടി മാറുന്നു, എന്നിട്ട് അഖിൽ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെ ഓഡിറ്റ് ചെയ്യുന്നു. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.